സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഏതോ ജന്മകൽപ്പന സീരിയൽ ഇന്നത്തെ എപ്പിസോഡ് പ്രീതി പറയുന്നുണ്ട്, ആകാശ് ചേട്ടനോട് ഞാൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആന്റിയോടും മറ്റുള്ളവരോടും ഈ കാര്യം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആകാശ് പറയുന്നുണ്ട്, ശരിയാണ് അമ്മേ, പ്രീതി ഈ കാര്യം എന്നോട് സംസാരിച്ചതാണെന്ന് പറയുക കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഇപ്പൊ നിനക്ക് തൃപ്തിയായോ എന്ന് മുത്തശ്ശി ചോദിക്കുക. ഈ കാര്യം നീ അറിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആകാശിന് നേരത്തെ അറിയായിരുന്നു, അതുകൊണ്ടാവും അവൻ ഈ കാര്യം നിന്നോട് മറച്ചു വെച്ചതെന്ന് പറയുക. അപ്പൊ മനോരമ ആന്റി പറയുന്നുണ്ട്, ഇല്ല, ഇനിയിപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ കാര്യത്തിന് ഞാനൊരു കോംപ്രമൈസും ഇല്ല, ഞാൻ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല, ഒരു രണ്ടാം കെട്ടുകാരിയെ കല്യാണം കഴിപ്പിക്കാൻ ഇനി ഞാൻ തയ്യാറല്ലെന്ന് ഇങ്ങനെ പറയുക കേട്ടോ. അപ്പത്തേന് അങ്ങനെയെങ്കിൽ അപ്പം നമ്മുടെ പ്രീതി പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ഞാൻ തയ്യാറാണെന്ന് നമ്മുടെ പ്രീതി പറയുക കേട്ടോ. അപ്പം ആകാശാണെങ്കിൽ പ്രീതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട മനോരമ ആന്റിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ ശ്യാം ഇതൊക്കെ കേട്ട് അങ്ങ് സന്തോഷിച്ച് നിൽക്കുക കേട്ടോ. അപ്പത്തേനും നമ്മുടെ അശ്വിനാണെങ്കിൽ പ്രീതി ഇങ്ങനെ അവിടെ കടയിൽ ഇങ്ങനെ വില പേശിനെ കണ്ടിട്ടാണെങ്കിൽ വലിച്ച് വലിച്ച് കൊണ്ടുപോയിട്ട് അശ്വിൻ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ നിൽക്കുകയാണോ, നിന്നെ ഞാൻ എവിടെയൊക്കെ തിരക്കിയെന്ന് അറിയാവോ, ഓരോന്ന് ചെയ്ത് കൂട്ടി മനുഷ്യനെ ടെൻഷൻ ആക്കുന്നു എന്നിങ്ങനെ പറയാം. എന്നിട്ട് നീ ആരെന്ന് നിന്റെ വിചാരം, ഞാൻ ഇത്ര സമയം കൊണ്ട് ഞാൻ എന്തെല്ലാം വിചാരിച്ചതെന്ന് അറിയാമോ, അവിടെ ആക്സിഡന്റ് പറ്റിയത് നിനക്കായിരുന്നെങ്കിലോ എന്നൊക്കെ ശ്രുതിയോട് ചോദിക്കാട്ടാ. ആംബുലൻസിൽ പോയത് നീയാണെന്ന് കരുതി ഞാൻ എത്രമാത്രം വിഷമിച്ചു എന്ന് അറിയാവോ എന്നൊക്കെ പറയുക. ഇങ്ങനെയൊക്കെ ഒരുപാട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ശ്രുതിയോട്. ഇതൊക്കെ കേട്ട് ശ്രുതി ഇങ്ങനെ അശ്വിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. എനിക്ക് എന്തെങ്കിലും പറ്റിയ ഇയാൾക്ക് എന്ത് എന്നാ മട്ടിൽ ഇങ്ങനെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പത്തേന് ശ്രുതി എന്നിട്ട് അശ്വിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കുക. എന്നിട്ട് അശ്വിൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്നെ നോക്കി പേടിപ്പിക്കുകയാണോ, നിനക്കാണ് ആക്സിഡന്റ് പറ്റിയെന്ന് ആലോചിച്ച് എന്തുമാത്രം ടെൻഷൻ അടിച്ചു എന്ന് അറിയാമോ മറ്റുള്ളവര് എന്നൊക്കെ ഇങ്ങനെ പറയുക. കൂടാതെ നിന്റെ വളയും ചെരുപ്പും എല്ലാം കൂടെ കണ്ടപ്പോൾ ഞാൻ അകത്ത് തകർന്നു പോയി, അറിയാവോ നിനക്ക് എന്നൊക്കെ ഇങ്ങനെ അശ്വിനി ശ്രുതിയോട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ ചോദിക്കാട്ടോ. ആ ആംബുലൻസ് നീ ആയിരുന്നെങ്കിലോ എന്ത് സംഭവിച്ചേനെ എന്നൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും ശ്രുതിയോട് ചോദിക്കുക. ഓരോന്ന് ചെയ്ത് കൂട്ടിയിട്ട് കടക്കാരോട് വില പേശുക, മറ്റുള്ളവർ ടെൻഷൻ ഒന്നും നിനക്കറിയണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പൊ പെട്ടെന്ന് ശ്രുതി കൈ പിടിച്ചു വെച്ച് വരികയായിരുന്നു. പെട്ടെന്ന് ശ്രുതി കൈ മാറ്റിയിട്ട് അശ്വിനി ഇങ്ങനെ നോക്കി നിൽക്കുക. അങ്ങനെ പിന്നെയാണെങ്കിൽ ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, അല്ല എനിക്ക് തന്നെ ആക്സിഡന്റ് പറ്റിയെന്നിരിക്കട്ടെ, അതിനിപ്പോ നിങ്ങൾക്ക് എന്താ എന്നിങ്ങനെ അശ്വിനോട് ചോദിക്കുക. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട്. അശ്വിനാണെങ്കിലും ഒന്നും പറയാതെ മിണ്ടാ നിൽക്കുക. എനിക്ക് എന്ത് സംഭവിച്ചാലും നിനക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ എന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട്. അശ്വിനാണെങ്കിൽ ഒന്നും പറയാനില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാട്ടോ. അപ്പത്തേനും നമ്മുടെ ആകാശ് പ്രീതിയോട് ചോദിക്കുന്നുണ്ട്, പ്രീതി എന്താ അകത്തായി നീ പറയുന്നത്, കല്യാണം വേണ്ടെന്ന് വെക്കുകയാണോ, അരുത് അങ്ങനെയൊന്നും പറയരുതെന്ന് പറയാട്ടോ. അപ്പം പ്രീതി ആരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പത്തേനും അഞ്ജലി പറയുന്നുണ്ട്, ആന്റി എന്തൊക്കെയാ ഈ സംഭവിക്കുന്നത്, പ്രീതി എല്ലാ കാര്യങ്ങളും ആകാശിനോട് തുറന്നു പറഞ്ഞില്ലെന്ന് മനോരമ ആന്റിയോട് പറയുക. ഇനി അതിന്റെ പേരില് ഈ കല്യാണം വേണ്ടെന്ന് വെക്കുന്നതില് എന്ത് ന്യായമുള്ളതെന്നൊക്കെ ചോദിക്കാട്ടാ. ഒരിക്കലും വിവാഹം മുടങ്ങിന്ന് വെച്ചിട്ട് പിന്നെ ഒരു പെൺകുട്ടി വേറെ ആരും കല്യാണം കഴിക്കില്ല എന്നാണോ, എന്നാ പിന്നെ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്, സമാനമായ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായില്ലേ എന്നിങ്ങനെ അഞ്ജലി മനോരമ ആന്റിയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പത്തേനും നമ്മുടെ മനോരമ ആന്റി ആണെങ്കിൽ പറയുന്നുണ്ട്, അതുപോലെയാണോ ഇത്, അവളെ ഇവളെയും തമ്മിൽ കമ്പയർ ചെയ്യാണോ, അത് ശരിയല്ല, അതുപോലെയൊന്നും അല്ല ഇങ്ങനെ സംഭവിച്ചത്, അത് മോളുടെ കല്യാണം എങ്ങനെ മുടങ്ങിയെന്ന് എല്ലാവർക്കും അറിയാം. അഞ്ജലി അത് ആ കല്യാണം മുടങ്ങിയത് അഞ്ജലിയുടെ തെറ്റുകൊണ്ടല്ല, എന്തെങ്കിലും അവരെടുത്ത് മറച്ചു വെച്ചിട്ടല്ലല്ലോ ആ കല്യാണം മുടങ്ങിയത്. ഇത് പക്ഷെ അങ്ങനെയല്ലല്ലോ, അതാണെങ്കില് എല്ലാവരും സമ്മതമാണെന്ന് പറഞ്ഞിട്ട് ഒടുക്കം ഇങ്ങനെ ഒരു അവസ്ഥയിലുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ സമ്മതം ഇല്ല എന്ന് പറഞ്ഞിട്ടല്ലേ അപ്പൊ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയത്. അതുപോലെയാണ് ഈ കാര്യം, ഇവളുടെ കല്യാണം മുടങ്ങിയത് എങ്ങനെ, എന്തുകൊണ്ട് മുടങ്ങിയെന്ന് ഇവളെ ബന്ധുക്കളോ പറയുന്നുണ്ടോ, ഇല്ലല്ലോ എന്നിങ്ങനെ മനോരമ ആന്റി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആകാശ് പറയുന്നുണ്ട്, എന്നാ അമ്മയോട് ആരാ പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും പ്രീതി വിശദമായിട്ട് തുടക്കം മുതൽ ഒടുക്കം വരെ എന്നോട് പറഞ്ഞിട്ടുള്ളതാ എന്ന് പറയുക കേട്ടോ. അപ്പം മനോരമ ആന്റി പറയുന്നുണ്ട്, നീ എന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇവളെ സൈഡ് പറയുക, എനിക്കത് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറയുക.
ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്റെ ഈ തീരുമാനത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ഞാൻ മാറ്റത്തില്ല. എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല എന്ന് ഇങ്ങനെ മനോരമ ആന്റി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ദേ എല്ലാരും സാക്ഷി നിർത്തി ഞാൻ പറയുന്നുണ്ട്, ഈ കല്യാണം നടക്കത്തില്ല എന്ന് എല്ലാവരോടത്തും പറയുന്നുണ്ട് എന്നിങ്ങനെ പറയാ. അപ്പത്തേനും നമ്മുടെ പ്രീതി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ കല്യാണത്തിൽ നിന്ന് ഞാനായിട്ട് മാറിക്കോളാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പത്തേനും നമ്മുടെ അശ്വിനും ശ്രുതി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് വരും കേട്ടോ. അപ്പത്തേനും പറയുന്നുണ്ട്, അശ്വിൻ ബ്രോ ഇവിടെ എപ്പോ എത്തിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അശ്വിൻ പറയുന്നുണ്ട്, താൻ എന്ത് എടുക്കുമായിരുന്നു, തന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതെന്നൊക്കെ ചോദിക്കുക. നിങ്ങൾ എന്താ കുട്ടിക്കളി കാണിക്കുകയാണോ എന്ന് ഇങ്ങനെ ദേഷ്യത്തില് ചോദിക്കാട്ടോ എൻകേട്. അപ്പത്തേനും രണ്ടുപേരും ശ്രുതിയും അതുപോലെ എന്റെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അശ്വിനി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പത്തേന് എനിക്ക് പറയുന്നുണ്ട്, അശ്വിൻ ബ്രോ കൂളായിട്ടിരിക്കുവോ? ഞങ്ങള് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി ഭയങ്കരമായിട്ട് ഹീറ്റായി അവിടെ നിന്ന് പോയി. പിന്നെ വർക്ക്ഷോപ്പ് തപ്പി നമ്മൾ കുറെ ദൂരം ആലഞ്ഞു. അതിനിടയിൽ ശ്രുതിയുടെ ചെരുപ്പ് പൊട്ടി ഒക്കെ പോയായിരുന്നു, ചീത്തയായി. പിന്നെ വളയും എല്ലാം പൊട്ടിപ്പോയായിരുന്നു. ഒടുവിൽ ഞാൻ എൻ്റെ ഷൂ ആണ് ശ്രുതിക്ക് കൊടുത്തതെന്ന് പറയാട്ടോ. അപ്പത്തേന് ആ ഷൂ ആണെങ്കിൽ അശ്വിൻ ഇങ്ങനെ നോക്കണുണ്ട് കേട്ടോ. എന്തായാലും ഇങ്ങനെ പറയാ. അപ്പൊ അതിന് പറയുന്നുണ്ട്, അല്ല അശ്വിൻ ബ്രോ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നേന്ന് എനിക്ക് ചോദിക്കാട്ടാ. അപ്പം അശ്വിൻ പറയുന്നുണ്ട്, അത് നിങ്ങളെ കാണാത്തോണ്ട് ഞാൻ അന്വേഷിച്ച് വന്നതാന്ന് പറയാ. അവിടെ എല്ലാരും നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം എനിക്ക് പറയുന്നുണ്ട്, ഓക്കെ ശരി ശരി. ഞാൻ പറഞ്ഞല്ലോ വണ്ടി ഇങ്ങനെ പണി പറ്റിക്കുമെന്ന് ഞാൻ ഓർത്തില്ലല്ലോ എന്നിങ്ങനെ എനിക്ക് പറയാട്ടാ. ശ്രുതിക്കുട്ടി കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പത്തേനും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് അശ്വിന് ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എനിക്ക് പറയുന്നുണ്ട്, ശ്രുതിക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാനൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാട്ടോ. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് അത് വരൂ എന്ന് പറഞ്ഞിട്ട് അത് കവറിൽ നിന്ന് ഗിഫ്റ്റ് ഒക്കെ എടുത്ത് അങ്ങനെ കൊടുക്കുക കേട്ടോ. അപ്പം അശ്വിൻ വിചാരിക്കുന്നുണ്ട്, ഗിഫ്റ്റോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് ആ ബോക്സ് എടുത്ത് ഇങ്ങനെ ശ്രുതിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് നിനക്കൊള്ളാന്ന് പറയുന്നുണ്ട്. അങ്ങനെ തുറന്നു നോക്കുന്നതിനും നല്ല കുപ്പി വളകളാണ് കേട്ടോ. അപ്പം ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കേട്ടോ. താങ്ക്സ് എന്നൊക്കെ പറയുന്നുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടമായെന്നൊക്കെ പറയുന്നു. ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യാട്ടോ എനിക്ക് ശ്രുതിയും കൂടെ. അപ്പത്തേനും അശ്വിൻ ഇങ്ങനെ ഇഷ്ടപ്പെടാത്തത് പോലെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പത്തേനും ഞാൻ അങ്ങോട്ട് നടന്നു പോകുന്ന സമയത്ത് ഒരു സ്റ്റോർ കണ്ട് അങ്ങനെ ഞാൻ വാങ്ങിയതാ, വള പൊട്ടിപ്പോയ സമയത്ത്. ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കാട്ടോ. അപ്പൊ എനിക്ക് വലിയ ഇഷ്ടമായി, താങ്ക് യു നന്ദേട്ടാന്നൊക്കെ, താങ്ക് യു ചേട്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശ്രുതിയാണെങ്കിൽ അശ്വിനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പത്തേനും പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് താൻ വണ്ടി റിപ്പയർ ചെയ്തിട്ട് എന്ന് പറയാം. അപ്പം എനിക്ക് പറയുന്നുണ്ട്, അപ്പൊ ശ്രുതിക്കുട്ടി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. അപ്പം ആശു പറയുന്നുണ്ട്, അത് അവള് എന്റെ കൂടെ വന്നോളൂ എന്ന് പറയട്ടോ. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, അത് വേണ്ട, ഞാൻ നന്ദേട്ടനോട് വന്നോളൂ എന്ന് പറയട്ടോ. അപ്പൊ ആശു പറയുന്നുണ്ട്, അത് പറ്റത്തില്ല, നീ എന്റെ കൂടെ വരൂ എന്ന് പറഞ്ഞിട്ട് കൈനെ പിടിക്കുക കേട്ടോ. അപ്പത്തേനും എനിക്ക് പറയുന്നുണ്ട്, ഓക്കെ ശ്രുതിക്കുട്ടി പൊക്കോ, എന്തായാലും അവിടെ പൂജയൊക്കെ നടക്കുവല്ലേ, ശ്രുതി എല്ലാരും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, ഞാൻ വണ്ടി റിപ്പയർ ചെയ്തിട്ട് ഞാൻ പിന്നീട് വന്നോളാം, ശ്രുതി പൊക്കോ എന്ന് പറയാട്ടോ. താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ആ ഗിഫ്റ്റ് എല്ലാം നമ്മുടെ ശ്രുതിയിൽ എഴുതി കൊടുത്തിട്ട് ഇങ്ങനെ പോവാട്ടോ. നമ്മുടെ അശ്വിനാണെങ്കിൽ ശ്രുതിനെ കൈ പിടിച്ചുകൊണ്ട് വരൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കാറിൽ ഇരുന്നിട്ട് ഇങ്ങനെ ശ്രുതിനെ ദേഷ്യത്തിലൊക്കെ നോക്കിയിട്ട് അങ്ങ് വണ്ടി ഓട്ടിക്കുക കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ മനോരമ ആന്റിയുടെ പറയുന്നുണ്ട്, ശരി, നിന്റെ മോന്റെ കല്യാണം ആരോടൊപ്പം എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കാൻ അമ്മയായ നിനക്കാണ് അതിന്റെ അവകാശം എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. എന്നിട്ട് പറയുന്നുണ്ട്, പക്ഷെ നീ ഒരു കാര്യം ഇവിടെ വെച്ച് എല്ലാരും കേട്ട് ഞാൻ പറയുവാണ്, ഈ കുട്ടിയും എന്റെ മോനും തമ്മിലുള്ള കല്യാണം വേണ്ടെന്ന് വെക്കുവാണെങ്കിൽ ആ നിമിഷം ഞാനും നീയും തമ്മിലുള്ള എല്ലാ ബന്ധവും ഞാൻ വേണ്ടെന്ന് വെക്കുമെന്ന് പറയാം കേട്ടോ. അപ്പം മനോരമ പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്, ഞാനുമായിട്ടുള്ള ബന്ധം വേണ്ടോന്ന് വെക്കുമെന്നോ? അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, അതെ, ഞാൻ വേണ്ടെന്ന് വെക്കുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് എന്റെ വാക്കാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ മനോരമാറ്റിക്ക് പിന്നെ ഒന്നും പറയാനില്ല കേട്ടോ. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, കഴിഞ്ഞതൊന്നും നീ അത്ര വേഗം ഒന്നും മറക്കല്ലേ മനോരമേ എന്നിങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്കും ഉണ്ടായിരുന്നല്ലോ ഒരു പഴയ കാലം, അതൊന്നും ഞാൻ മറന്നിട്ടൊന്നുമില്ല. എന്നിട്ട് എന്റെ മോനുമായിട്ട് ഞാൻ പിന്മാറാൻ ഞാൻ ആവശ്യപ്പെട്ടോ? നിന്റെ കുടുംബസ്ഥിതിയും പശ്ചാത്തലവും അറിഞ്ഞപ്പോ എനിക്ക് അങ്ങനെ ആവശ്യപ്പെടായിരുന്നല്ലോ, എന്നിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തോ? ഇല്ലല്ലോ.
എന്നൊക്കെ മനോരമയോട് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അന്ന് നിന്നോട് കാണിച്ച ഔദാര്യം സൗകര്യപൂർവ്വം മറന്നിട്ടാണ് നീ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുവാണെങ്കിൽ, കുറച്ച് വൈകിട്ടാണേലും ഇങ്ങനെ ഒരു തീരുമാനം ഞാനും അങ്ങ് എടുക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തോ നിനക്ക് മനസ്സിലായോ പറഞ്ഞു എന്നൊക്കെ പറയട്ടോ കേട്ടോ. അപ്പത്തേനും മനോരമ ആന്റി ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട്, എങ്ങനെ ഈ പെണ്ണിനെ തലയിൽ നിന്ന് മോന്റെ തലയിൽ നിന്ന് തട്ടിക്കളയാൻ നോക്കുമ്പത്തേനും ഇവരോട് ഭീഷ്മ പ്രതിജ്ഞയായിട്ട് വന്നിരിക്കുന്നതെന്ന് പറയാട്ടോ. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, നിന്ന് പിറവിൽക്കാതെ എന്താ നിന്റെ തീരുമാനമെന്ന് എനിക്ക് ഇപ്പൊ അറിയണമെന്ന് മനോരമയോട് ചോദിക്കാട്ടോ. മനോരമ ആന്റി ഒന്നും പറയാതെ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കില് ഇവിടെ ഒരു പൂജ നടക്കുന്നുണ്ട്, അതിനിടയിൽ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് ഇത്ര പ്രശ്നങ്ങൾ നീ ഇവിടെ ഉണ്ടാക്കിയത്. എല്ലാവരും സന്തോഷത്തോടെ ആ പൂജയിൽ പങ്കെടുക്കണോ അതോ പരസ്പരം തല്ലി പിരിഞ്ഞ് പോണോ എന്ന് ഇനി നീ വേണം തീരുമാനിക്കാനെന്ന് മനോരമ ആന്റിയോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഒരു തീരുമാനം പറയണോന്ന് പറയാട്ടോ. അപ്പൊ അത് എല്ലാരും ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുക കേട്ടോ. മനോരമ ആന്റി എന്തോ പറയുന്നുണ്ട് അറിയാൻ വേണ്ടിയിട്ട്. അപ്പത്തേനും ശ്യാമു ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക എന്തോ പറയുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പത്തേനും നമ്മുടെ അശ്വിനാണെങ്കിൽ കാർ ഇങ്ങനെ ശ്രുതിയായിട്ട് ഇങ്ങനെ കാർ ഇരുന്ന് പോകുന്നുണ്ട്. അപ്പത്തേനും പറയുന്നുണ്ട്, ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി ആ സീറ്റ് ബെൽറ്റ് ഇടാന്ന് പറയാട്ടോ. അപ്പൊ ശ്രുതി മിണ്ടായിരിക്കുവാന്നുണ്ട്. അപ്പത്തേനും പറയുന്നുണ്ട്, നിന്നോട് സീറ്റ് ബെൽറ്റ് ഇടാനല്ലേ പറഞ്ഞു പറയാട്ടോ. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പത്തേനും ആ ശുംഭിനെ ഒന്നും പറയാതെ പിന്നെ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മനോരമ ആന്റി ചോദിക്കുന്നുണ്ട്, നിന്റെ നാവ് കൊണ്ട് മനോരമ ആന്റി അടുത്ത് ഇങ്ങനെ തീരുമാനം അറിയാൻ വേണ്ടിയിട്ട് എല്ലാരും വെയിറ്റ് ചെയ്ത് നിൽക്കുക. എന്നിട്ട് മനോരമ ആന്റി മുത്തശ്ശി പറയുന്നുണ്ട്, ഒരു കാര്യം കൂടി ഞാൻ നിന്നോട് പറയുന്നു, ഇനി ഒരിക്കൽ പോലും നിന്റെ നാവ് കൊണ്ട് ഈ കാര്യം ഇനി ഒരു ചർച്ചാ വിഷയം ആവരുതെന്ന് ഇങ്ങനെ പറയാട്ടോ. പറഞ്ഞത് മനസ്സിലായല്ലോ എന്നിങ്ങനെ പറയട്ടോ. അപ്പൊ മനോരമ ആന്റി ഇങ്ങനെ തല ഇങ്ങനെ ആട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ എല്ലാരും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക കേട്ടോ. ഒന്നും മിണ്ടാതെ നിൽക്കുക. ശ്യാമിനാണെങ്കിൽ ആകെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇപ്പോൾ നീ കല്യാണത്തിന് സമ്മതിച്ചത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ എനിക്ക് നിന്നോട് സ്നേഹവും മമതയും മാത്രമേ ഉണ്ടാവുള്ളൂ എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. മനോരമേന്റെ ആ കരഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി എല്ലാവരും കൂടെ ആയിട്ട് ഞാനൊരു കാര്യം പറയാം, ഈ വിഷയം ഇവിടെ തീർന്നു. ഇനി ആരും ഇതിന്റെ ഒരു ചർച്ചയോ സംസാരമോ ദയവ് ചെയ്ത് ഇവിടെ ഉണ്ടാവല്ലേ എന്നൂടെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, എല്ലാരും അകത്തേക്ക് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് വരാനായിട്ട് പറയാട്ടോ. മനോരമ നീ അകത്ത് വാന്ന് പറഞ്ഞിട്ട് എല്ലാരും ഇങ്ങനെ പിരിഞ്ഞങ്ങ് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മുടെ അമ്മായി പറയുന്നുണ്ട്, എന്നാലും നമുക്ക് ഇതൊക്കെ കേൾക്കേണ്ടി വന്നല്ലോ എന്ന് ഇങ്ങനെ പറയാട്ടോ. അപ്പം അഞ്ജലി പറയുന്നുണ്ട്, അമ്മായി മുത്തശ്ശി പറഞ്ഞത് കേട്ടല്ലോ, ഇതൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. മനോരമ ആന്റിക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ക്ഷമ ചോദിക്കുക എന്നിങ്ങനെ അഞ്ജലി പറയുന്നുണ്ട് കേട്ടോ. ആന്റി ഒരു പ്രത്യേക സ്വഭാവം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ ആകാശിന്റെ പെണ്ണാണ് പ്രീതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ ആകാശ് പ്രീതിയോട് പറയുന്നുണ്ട്, താനോട് ക്ഷമിക്കുക എന്നൊക്കെ പറയുക കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മുടെ അഞ്ജലി ആണെങ്കിൽ ആകാശിനോട് പറയുന്നുണ്ട്, സാരമില്ലടാ, അവക്ക് നല്ല സങ്കടമായിട്ടുണ്ട്, നീ വിഷമിക്കുന്നു വേണ്ട, അതൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവാട്ടോ. ആകാശ് ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുവാട്ടോ. എന്നിട്ടാണെങ്കിൽ ശ്രുതിയും അശ്വിനും ഇങ്ങനെ കാറിലിരുന്ന് പോവല്ലേ. എന്നിട്ട് എനിക്ക് കൊടുത്ത ഗിഫ്റ്റ് ഒക്കെ ഇങ്ങനെ വളയൊക്കെ ഇങ്ങനെ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ആ വളയൊക്കെ ഇടുവാട്ടോ, കൊള്ളുന്നില്ല കേട്ടോ. അപ്പത്തേനും അശ്വിൻ പറയുന്നുണ്ട്, വള വാങ്ങിച്ചിരിക്കുന്നു അളവ് പോലും അറിയാതെ. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, എന്നാലും വാങ്ങിത്തരാൻ ഒരു മനസ്സുണ്ടല്ലോ, അതാണ് നല്ല സൗഹൃദം എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ വള നല്ലവണ്ണം ഇടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് നല്ല വള ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് വള അകത്തോട്ട് കയറുന്നില്ല കേട്ടോ, ഇട്ടിട്ടും കയറുന്നില്ല. എന്നിട്ട് പറഞ്ഞു, ആ വള എങ്ങനെ ഇടാൻ നോക്കിയാ അത് പൊട്ടി വെയിൻ കട്ടാവത്തില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പത്തേനും ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല എന്റെ കൈ വെയിൻ കട്ട് ചെയ്താ സാറിന് എന്താ സാർ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ചെറിയ വളകള് ആണെങ്കിലും എനിക്ക് ഈ വള ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ഇടുന്നത്, അതിന് നിങ്ങൾ കൂടുതൽ സങ്കടപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയാട്ടോ. അപ്പത്തേനും അശ്വിനാണെങ്കിൽ ആ കാറ് സൈഡിലോട്ട് ഇങ്ങനെ പാർക്ക് ചെയ്തു കേട്ടോ. പാർക്ക് ചെയ്ത സമയത്ത് പെട്ടെന്ന് ആ വളച്ചില് കയ്യിൽ കൊണ്ട് മുറിഞ്ഞു കേട്ടോ. അപ്പൊ അശ്വിൻ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് തർക്കുത്തരേനോട് പറയലെന്നേ. എന്നിട്ടാണെങ്കിൽ അശ്വിനാണെങ്കിൽ ആ കൈനെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ.